അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞല്ലേടാ, പിന്നെന്താണ് നീ അത് മറന്നുപോയത്? ഹ, മറവിയോ? മറവി ഒരു പ്രശ്നമാണോ പൊന്നെ? അങ്ങനെ ഞാൻ നിന്നെ വിളിക്കാൻ മറക്കോ പൊന്നെ? അതൊന്നും നീ പറയണ്ട. ഇത് നിന്റെ സ്ഥിരം പണിയാ. ഇന്ന് നീ അവിടെ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഇന്നെങ്ങാനും നീ അന്നത്തെ പോലെ നേരത്തെ എത്തിയാ എന്റെ പഴയ ഡംബിൾസ് ഇരിക്കുന്നുണ്ട് ഇവിടെ. അതെടുത്ത് നിന്റെ തല ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. പൊളിച്ചിരിക്കും, അടിച്ച് പൊളിച്ചിരിക്കും. നീ എനിക്കൊരു അവസരം തന്നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചുതരാം മോനെ. അന്ന് സ്റ്റൈൽ പ്ലസിൽ വന്നപ്പോ കണ്ടല്ലേ? എന്ത് കേക്കുന്നില്ലേ? സ്റ്റൈൽ പ്ലസ്, സ്റ്റൈൽ പ്ലസ്, സ്റ്റൈൽ പ്ലസ്. കേട്ടോ? ഞാൻ തന്നെ ചുമയല്ല, പേര് കേട്ടോ? കേൾക്കുന്നില്ല. ഈ റോയിച്ച എന്താ വല്ല ക്ഷയവും പിടിച്ചോ? റോയിച്ച ഒന്ന് പതുക്കെ. ജോണി ഒന്ന് പതുക്കെ, മറ്റുള്ളവർക്ക് ഇവിടെ സംസാരിക്കണം. ഒന്ന് നിർത്തുവോ? ഞാൻ ഇവിടെ ആണ്ടിന് സംക്രാന്തിയിലേക്ക് ഒരു ചാൻസ് കിട്ടും. എടാ ആനന്ദേ, ഇവിടെ മാറാതെ. ഇവിടെ അത്യാവശ്യം കാര്യം പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് ദേഷ്യം വരും, മനസ്സിലായോ? അവര് വന്നപ്പോ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹം ഇല്ലാന്നല്ല, ഞാനത് കേട്ടില്ലേ? വിശ്വസിച്ചില്ല. എനിക്ക് ആഗ്രഹം അല്ല, ഇവിടെ വേറൊരാള് സംസാരിക്കുന്നുണ്ട്. ആണാവോ? കേൾക്കുന്നില്ല. കാര്യം കേൾക്കുന്നുണ്ടോ? കാണണം. അന്നേരം കേൾക്കുന്നില്ല. പറയുന്നുണ്ടെന്നോ? ഞാൻ പുറത്തേക്ക് വരാം. ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്നേ? പോയോ? ദൈവമേ. പറ പറ. അതെ അതെ, റോയിച്ച ഗ്ലാസും പൊട്ടി, തൂത്തുവാരേണ്ടി വരുവോ? എസ്കേപ്പ്. മാഡം, എനിക്കൊരു ദിവസം അവധി വേണം. എനിക്കൊരു ദിവസം ഹോളിഡേ വേണമെന്ന്. എന്തിനാ നിനക്ക് ഹോളിഡേ? ഹോളി ആഘോഷിക്കാൻ. അല്ലാന്താ മാഡം, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നല്ലേ, എനിക്ക് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് വേണ്ടേ? ഒരു ദിവസം. എന്തിനാ? സിനിമയ്ക്ക് പോവാനാ? സിനിമ കണ്ട് എന്തിനാ ചേച്ചി കാശ് കളയണേ? സിനിമ റിലീസ് ചെയ്തും മണിക്കൂറിനുള്ളിൽ CD ഇറങ്ങും, ദിവസങ്ങൾക്കുള്ളിൽ TV-യിലും എത്തും. പിന്നെ ലീവ് എടുക്കണ എന്തിനാണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനെ പോലെ കൊച്ചിയൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ. അപ്പൊ നീ ഇപ്പൊ സാധാരണക്കാരനല്ല? ആണ്. പക്ഷേ തൽക്കാലം ഒരു കാര്യം ചെയ്. ദാ ഇതേ ടേബിൾ നമ്പർ 8 കൊണ്ട് സെർവ് ചെയ്. നിന്റെ കാര്യം റോയിച്ചോണ്ട് പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ. സമാധാനായി. സ്വന്തമായി പണിയെടുത്ത് ലീവ് ചോദിക്കുമ്പോൾ എന്തൊരഭിമാനം. ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിന് എനിക്കിന്നൊരു മറുപടി വേണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് കുറച്ച് സമയം വേണമെന്ന്? Damn it! ഇന്നുള്ള മനുഷ്യന്റെ ശരാശരി മൈലേജ് 65-75 വയസ്സാ. ടൈം എന്നും പറഞ്ഞ് എത്ര കാലമായി ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? നീ തന്നെ പറ. കൃത്യമായ ഓർമ്മയില്ല, ഏതാണ്ട് ഒരു 2-2.5 വർഷം, അതിൽ കൂടില്ല. തമാശകള സാറാ, ഇത് നമ്മുടെ ലൈഫാ. ബി സീരിയസ്. ഐ നോ ഹിഷാം, ബട്ട് ഇൻ സിറ്റുവേഷൻസ്. എന്ത് സിറ്റുവേഷൻസ്? നീ ഇപ്പൊ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരുടെ ജീവിതത്തിലും വരുന്നതാ. അതെ, പക്ഷെ ഒറ്റയടിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുമ്പം ഇറ്റ്സ് ഇമ്പോസിബിൾ. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെ നീ മനസ്സ് വെക്കണം. റോയിച്ചോണ്ട് ഇക്കാര്യം പറയാതിരിക്കാൻ വയ്യ. റോയിച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ടാമത് ചിന്തിക്കാനില്ല. ആയിഷോ? പ്രോമിസ്. റോയിച്ചിനോട് ഞാൻ സംസാരിച്ചോളാം. നല്ല കൊണ്ടുപിടിച്ച പ്രയം തന്നെ. ഭവാനെ, നമുക്കിട്ട് പണി വെച്ചവൾ. അതുങ്ങൾ ഉപദ്രവിക്കില്ലേ, അവരെ അങ്ങ് ഒന്നിപ്പിച്ചേക്കണേ. ഈ കൊച്ചിയിലെ മറ്റ് ആക്ടിങ് സ്കൂൾ പോലെയല്ല കൊളുത്തുരാന്റെ സ്കൂള്. ഫീസും കുറവാ, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പഠിക്കാനും പറ്റും. കൊളുത്തൂരാൻസോ? എന്താ അങ്ങനെ ഒരു പേര്? അത് അദ്ദേഹത്തിന്റെ തറവാട്ട് വരാൻ തോന്നണം. ചിലപ്പോ അഭിനയമാകുന്ന വാതിലില് കൊളുത്തൂരി പറിച്ച് ആ വാതിൽ തുറന്ന് സിനിമയിലേക്ക് ആൾക്കാരെ തള്ളിവിടുന്നോണ്ടായിരിക്കാം. ആയിരിക്കാം. നീ വാ കേറ്, സമയം കളയണ്ട. സ്റ്റാർട്ടായി. ഞാൻ PV കൊളുത്തൂരാൻ. ഞാൻ റോയി. ഇത് ആനന്ദ്. ഇവന് വേണ്ടിയിട്ടാ വന്നത്. ഇവന് വേണ്ടിട്ട് വന്നു എന്ന് പറഞ്ഞത് മനസ്സിലായി. ഇവൻ എന്താ വേണ്ടത്? അത് പിന്നെ പഠിപ്പിക്കാൻ, അഭിനയം പഠിപ്പിക്കാൻ. ഓ, ഇവനെ കൊളുത്തൂരാൻ സാറ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചെടുക്കും. അതെന്ത് കൊളുത്തൂരാൻ ഇവൻ അറിഞ്ഞൂടെ? അയ്യേ,
എന്ത് ചാണാപ്പുളി വിറ്റയാൾ അടിക്കണത്? സോറി മിസ്റ്റർ റോയ്, ഇവിടെ ഞാൻ ഈ തിരക്കഥ എഴുതുന്ന ബാച്ചിനെ കുറിച്ച് കൗണ്ടർ ഡയലോഗ്സ് പറഞ്ഞു കൊടുത്തിന്റെ ഹാങ് ഓവറിൽ പറഞ്ഞു പോയതാ. ഓ Sorry. ഇറ്റ്സ് ഓക്കെ സാർ. ആ ബൈ ദ ബൈ, ആ. ഇവിടെ എല്ലാത്തിനും കോഴ്സ് ഉണ്ട്. കഥയെഴുത്ത്, ഡയറക്ഷൻ, അഭിനയം, അങ്ങനെ എല്ലാം. ആനന്ദിന് നടനാവണം അല്ലേ? അതെ സർ. ഒരു വിത്തുണ്ടെങ്കിലേ അതിൽ വെള്ളവും വളവും ഇട്ടാൽ അത് വളരുകയുള്ളൂ. അല്ലാതെ കുറച്ച് മണ്ണിൽ വെള്ളവും വളവും ഇട്ടാൽ അത് പാഴായി പോവുള്ളൂ. മനസ്സിലായോ ആനന്ദ്? അതെനിക്കറിയാം സർ. ഓഹോ, വിത്തിടാതെ ഏതെങ്കിലും മണ്ടൻ ഇങ്ങനെ ഒരു പണി ചെയ്യില്ലല്ലോ. Shut up! എടോ, തന്റെ ഉള്ളില് മണ്ണായ ആഗ്രഹം മാത്രമേ ഉള്ളോ അതോ അഭിനയിക്കാനുള്ള കഴിവിന്റെ വിത്തുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആ വിത്തിനെ സംരക്ഷിക്കാനും അതിന് വളമിടാനും അതിന് വേണ്ടതൊക്കെ ചെയ്യുവാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്, അല്ലാതെ വിത്ത് പാകാനല്ല. മനസ്സിലായ? അയ്യോ മനസ്സിലായി സർ. ഇത്രയും വലിയ ഭാവാത്മകമായ സംഭാഷണം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇയാള് പുലിയാണ് കേട്ടാ. നീ രക്ഷപ്പെട്ടല്ലോടാ. ഇയാള് പുലിയാണ്, നമ്മള് വിചാരിച്ചതുപോലൊന്നും അല്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അയ്യോ, എങ്ങനെ മനസ്സിലായി? ഞാൻ സ്വയം ഒരു കഥാകൃത്തും ഡയറക്ടറും അഭിനേതാവും ഒക്കെ ആണല്ലോ, ഞാൻ ഊഹിച്ചു. ഓ ഓക്കേ, നമുക്ക് ആനന്ദിന്റെ ഉള്ളില് വിത്തുണ്ടോന്ന് നോക്കാം. ഒന്നെഴുന്നേക്കണം. എന്നിട്ട് ആ മൂലയിലേക്ക് മാറി നിന്ന് ഹൃദയംഗമായി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചോളൂ. ഈ ഹൃദയംഗം? അതെ, ഹൃദയംഗം തന്നെ. അല്ല, അതെന്ത് അംഗാന്ന് മനസ്സിലായില്ല. അപ്പോ ഹൃദയംഗമായി ചിരിക്കാൻ തനിക്ക് അറിയില്ല? ഇല്ല. എന്നെ വെറുതെ നോക്കി നിൽക്കാൻ കഴിയൂ? പിന്നെന്താ? അങ്ങനെയാണെങ്കിൽ എന്നെ നോക്കി വശ്യതയാർന്ന് കുറച്ചു നേരം നിൽക്കൂ, ഞാൻ ഒന്ന് കാണട്ടെ. കാവ്യഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല സർ. എന്നാലും ന്യൂ ജനറേഷൻ സിനിമയിൽ ഇങ്ങനെ ആരും പറയുന്നു ഞാൻ കരുതിയില്ല സർ. പിന്നെ ഇങ്ങനെയുള്ള ഭാവങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ജനറേഷൻ സിനിമയിൽ എന്താ പറയുന്നത്? വല്ല സ്കെച്ച് ഇട്ട് നോക്കാന്നോ അല്ലെങ്കിൽ അവളെ ട്രാക്കിലാക്കിയിട്ട് സീനാക്കാന്നോ അങ്ങനെയൊക്കെയാ പറയാറ്. എന്നാ ഇതൊരു കലാക്ഷേത്ര. ആദ്യം തിയറിയൊക്കെ പഠിക്കും, എന്നിട്ട് മതി കോഡ് ഭാഷയും ഷോർട്ട് കട്ടും ഒക്കെ. മനസ്സിലായ? ഓക്കെ സർ. അപ്പോൾ മിസ്റ്റർ റോയ്, ക്ലാസ് ശനിയും ഞായറും ആയിരിക്കും. ക്ലാസ് കട്ട് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണം, അത് ആനന്ദിനോടൊന്ന് പറയണം. പിന്നെ ഒബ്സർവേഷൻ ടൂർ ഉണ്ടാവും. അതെന്താ സാർ? ഓ, അതൊന്നുമില്ല. അത് ഈ ഓരോ സിനിമാ തിയേറ്ററിൽ കയറി ഇറങ്ങി സിനിമകൾ കാണിക്കും. അത് ഈ ഓരോ സ്ഥലത്തെ ആൾക്കാരുടെ റെസ്പോൺസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഓ, കേട്ടോടാ ആനന്ദ്, നന്നായി ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചോളണം. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കൊന്നും കറങ്ങി നടക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ നന്നായി പഠിച്ചോളാം. ആ, അപ്പോൾ ശരി സാർ, കാണാം. ആയിക്കോട്ടെ ആനന്ദ്, വന്നോളൂ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആയിക്കോട്ടെ. അങ്ങനെ ആനന്ദ് ശശിധരൻ സിനിമയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കാനായി കളരിയിലേക്ക് ഇറങ്ങുന്നു. എന്തു പറ്റി മാഡം? സുനില്, ഐ എം വെരി സോറി. എനിക്ക് മാപ്പ് തരണം. മാഡം എന്ത് കോപ്പാണിത്? മാഡത്തിന് ഇത് എന്താ പറ്റിയേ? ഞാൻ നിന്നോട് തന്നെയാ പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല. അന്ന് ഞാൻ നിന്നെ മരപ്പട്ടിന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? ഓർമ്മയുണ്ട്. അതിന് നീ എനിക്ക് അതിന് മാപ്പ് തരണം. കാരണം ഇനി അതിന് സമയം ബാക്കിയില്ലല്ലോ. അതെന്താ സമയമില്ലാത്തത്? മാഡം എന്താ ചാവാൻ പോവാ? ഞാൻ മാത്രമാണെങ്കിൽ സാരില്ലായിരുന്നു. പിന്നാരൊക്കെയാ? നമ്മളെല്ലാവരും. സത്യം പറ മാഡം, മാഡം ഈ കോഫി ഷോപ്പ് വല്ല ബോംബ് വെച്ച് തകർക്കാൻ പോണ? വിവരില്ലാത്തവനാണെങ്കിലും നീ എന്നോട് വെറുപ്പ് മനസ്സിൽ വെക്കരുത്. സ്വീറ്റ് കഴിക്ക്. താങ്ക് യു മാഡം. നീ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്താലേ റോഷൻ ബില്ല് നോക്കുമ്പോ എന്നെ ഓടിക്കും. അതിന് ഗ്രേസ് അന്യൊന്നുമല്ലല്ലോ. അത് നിനക്ക്. എനിക്ക് അവൾ അന്നെ തന്നെയാ. ഇതെവിടെന്നാ കേക്കൊക്കെ? പാടുപാടും ബാഗിട്ടതാ. കർത്താവേ, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. നീ എപ്പോഴാ കലോറിയായിട്ട് കമ്പനി ആയത്? എന്താണ് പറു? എന്തു പറ്റി? ടോണി, സാറ, നിങ്ങളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. ഇതാണ് പ്രശ്നം. വന്നപ്പോ പോലെ തുടങ്ങിയതാ. മാപ്പ് പറയണം. ഉടനെ നിങ്ങളോടും മാപ്പ് ചോദിക്കും. പക്ഷെ എന്താ പ്രശ്നമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് നീ മാപ്പ് കൊടുത്തോ? പിന്നെ കൊടുക്കാതെ ആ, പകരം കിടലം കേക്കല്ലേ കിട്ടിയത്. എന്നാ ഞാൻ അങ്ങനെ മാപ്പ് കൊടുക്കാൻ തയ്യാറില്ല. കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ മാപ്പ് കൊടുക്കും. അത് കറക്റ്റാ. പാറു, നീ ആദ്യം കാര്യം പറ.
കരച്ചിൽ നിർത്ത്. പാറു, പറ, നിങ്ങൾ എനിക്ക് മാപ്പ് തരുമോ? കർത്താവേ, ഇനി ആനന്ദിനെ ഇവിടെ വല്ല ചിറക്കി അടിച്ച് കൊന്നോ? അതോ സാജനെയോ? പറടി, എന്താ കാര്യം? നിങ്ങൾ എനിക്ക് മാപ്പ് തന്നൂന്ന് പറ. നീ ആദ്യം കാര്യം പറ. ആ ചേച്ചി അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നെ പോടാന്ന് വിളിച്ചത് എനിക്കിപ്പോഴും ഓർമ്മ വന്നത്. അതിനും കൂടി തന്നേക്ക്, ഞാൻ ക്ഷമിച്ചേക്കാം. എക്സ്ട്രാ കേക്ക് വേണം. അത് നീ ഡിസേർവ് ചെയ്യുന്നതാ, അതും നീ ക്ഷമിക്കണ്ട. മാഡം, ഇത് മോശമായി പോയി. ടേബിൾ നമ്പർ 1 കസ്റ്റമർ ഉണ്ട്, പോ. ഇത് ചേച്ചിയുടെ സ്ഥിരം പണിയാ, ഞാൻ പോകുന്നില്ല. ഏത് നിനക്ക് കേക്കല്ല വേണ്ട, എന്നാ കൊണ്ടുപോ. അത് വേറെ ആൾക്ക് കൊടുക്കാനുള്ളതാ. ഒരു കലാകാരന് ആദ്യം വേണ്ടത് ക്ഷമയാണ്, പിന്നെ ഏകാഗ്രതയും. ഓ ഭാഗ്യം, ഇത് രണ്ടും എന്റെ അടുത്തുണ്ട്. എന്നാലും എന്റെ അത്രയും വരില്ലല്ലോ അല്ലേ? അത്രയും വരില്ല. എങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്ക്. ഏകാഗ്രത എന്താണെന്ന് ആനന്ദിന് ഞാൻ കാണിച്ചു തരാം. ആനന്ദിന് എന്ത് ഗോഷ്ടി വേണമെങ്കിലും കാണിക്കാം, പക്ഷേ ഞാൻ ചിരിക്കില്ല. കൊള്ളാലോ, നോക്കട്ടെ സാർ, നോക്കട്ടെ. ആക്ഷൻ. ഞാൻ തോറ്റു സാർ. ഏകറുണ്ട്. എങ്ങനെ ഉണ്ടാവാൻ? സാറിപ്പ ചിരിച്ചില്ലേ? അല്ല, അത് നീ തോൽവി സമ്മതിച്ചിട്ടല്ലേ? ആര് സമ്മതിച്ചു? ഞാനൊരു നമ്പർ ഇട്ടല്ലേ. എടാ, ഇത് ഞാൻ തന്നെ ചിരിച്ചതാണ്, അല്ലാതെ നിന്റെ വിക്രല് കണ്ടിട്ടല്ല. ഞാൻ കാരണം തന്നെയാ സാറിപ്പ ചിരിച്ചേ. ഞാനിപ്പോ ഈ ഓഫീസിലില്ലായിരുന്നെങ്കിൽ സാറ് തന്നെ എങ്ങനെ ചിരിക്കോ? അതില്ല. അപ്പൊ ഞാനുള്ളോണ്ടല്ലേ. അപ്പൊ നീ ആള് കൊള്ളാലോടാ. ഞാനൊരു സംഭവമാ സാറേ. നീയല്ല, നിന്റെ നാക്കാണ് സംഭവം കേട്ടാ. ആനന്ദിന് സിനിമയെ കുറിച്ചുള്ള കുറച്ച് ബുക്സ് തന്നാ വായിക്കൂ. ഞാൻ വായിക്കാറുണ്ട് സാർ. ആഹാ, പത്മരാജൻ കഥകളോ അതോ ഈ പുതിയ തിരക്കഥകളോ? അല്ല സാർ, ഞാൻ സിനിമാ മംഗളം, ചിത്രഭൂമി. ഇനി അങ്ങോട്ട് എനിക്കറിയാം. എടോ, ഞാൻ പറഞ്ഞത് സിനിമയെ പഠനാസ്പദമാക്കി ഇറക്കിയ പുസ്തകങ്ങളെ കുറിച്ചാ. അയ്യോ, വായിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. കിട്ടിയാ ഞാൻ വായിക്കും. അവസരങ്ങൾ ആനന്ദിന് ഞാൻ തരും, പക്ഷെ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കേണ്ടതാണ് തന്റെ വിജയം. അവസരങ്ങൾ വിനിയോഗിക്കാൻ ഞാൻ മിടുക്കനാ സാർ. ആഹാ, ഓർക്കൂട്ടിലൊരു ചെറിയ ബന്ധം വിനിയോഗിച്ച കൊച്ചിയിൽ ഞാൻ പിടിച്ചു. പക്ഷെ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവസരങ്ങളെ താൻ ഇരട്ട് 16 ആക്കി വിനിയോഗിക്കേണ്ടി വരും. കാരണം ഇത് സിനിമയാ, മലയാള സിനിമ, അത് മറക്കരുത്. ദേവേട്ടനെ കണ്ടത് നന്നായി, ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. അയ്യോ, ഞാനെന്താ കേക്കുന്നേ? അത് പോട്ടെ, എന്തിനാ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞേ? ഫ്ലാറ്റിൽ താമസിക്കുമ്പോ പല തവണ ഞാൻ ദേവേട്ടനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ സോറി പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഓ, അതൊന്നും സോറി പറയേണ്ട ഒരു കാര്യമില്ലെന്നേ. എനിക്കറിയായിരുന്നു എന്നെങ്കിലും എന്റെ പാറു ഈ ദേവേട്ടനെ മനസ്സിലാക്കുമെന്ന്. അതുകൊണ്ട് ദേവേട്ടാ, ഐ എം സോറി, ഐ എം എക്സ്ട്രീംലി സോറി. ഇങ്ങനെ എപ്പോഴും സോറി പറഞ്ഞാൽ ഞാനും തിരിച്ചു സോറി പറയും കേട്ടോ. ദേവേട്ടൻ എന്തിനാ സോറി പറയുന്നത്? പാറു പറഞ്ഞോണ്ട്. ഈ ദേവേട്ടനൊരു കാര്യം. അല്ല, പാറു എങ്ങോട്ടാ? ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ. എന്നാ ചെല്ലട്ടെ? അങ്ങനെ പറയല്ലേ പാറു, കുറെ നാള് കൂടെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോയാലോ എങ്ങനെ? പിന്നെന്ത് ചെയ്യാനാ? നമുക്ക് വല്ലതും സൂര്യായിട്ട് മിണ്ടാനോ പറയാനോ ഒക്കെ കാണത്തില്ലേ? വാ, നമുക്ക് വല്ല ചായക്കടയിൽ കയറാം. അത് പിന്നെ ദേവേട്ടാ. പാറു, ഹായ് നീരജ്. നല്ല ആളാ. വെയിറ്റിംഗ് ഷെഡിൽ നിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിക്കുവാണോ? ഓ, നീരജ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ ദേവേട്ടനെ കണ്ടപ്പോ. ഓ, ബൈ ദ വേ നീരജ്, മീറ്റ് മിസ്റ്റർ ദേവരാജൻ, നമ്മളെ പഴയ ഫ്ലാറ്റിന്റെ സെക്രട്ടറിയാണ്. സെക്യൂരിറ്റിയാ? അയ്യോ അല്ല, ഫ്ലാറ്റ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഓ, സെക്രട്ടറി. ഞാൻ കേട്ടത്. സോറി. എനിവേ അങ്കിൾ, ഹായ്. ഏതാ പാറു ഈ ജന്തു? ജന്തു അല്ല, ഞാൻ നീരജ്. ആളെ കണ്ടാ അറിയാം, കുടുംബത്തിൽ ആൾക്ക് റേഷൻ കട ഉണ്ടെന്ന്. ഹേ നീരജ്, പ്ലീസ് ലീവ് ഇറ്റ്. പ്രായമുള്ള ആളല്ലേ, കിളവനായി പോയി. അല്ലെങ്കിൽ ഞാൻ ഇവനെന്റെ ചങ്കത്ത് അടിച്ച്. എടാ, നാളെ നിനക്കും പ്രായമാവും, അന്നേരം നിനക്ക് ഇതിന്റെയൊക്കെ ദണ്ണം അറിയാവൂ.
ദേവേട്ടാ പോട്ടെ. പോട്ടെ. പാറു പറഞ്ഞോണ്ട് മാത്രം ഞാൻ വിടുന്നു. അല്ല ഞാൻ ഇവനെ അല്ലേ താൻ എന്ത് ചെയ്യടോ? ഹേ നീരജ്, just keep your cool, okay? Just relax. പാറു ഞാൻ പോവാ. ഇനി ഇവിടെ നിന്നാലേ ഇവനെ ഞാൻ തല്ലിട്ടോളോ? നീരജ് പ്ലീസ്. ഓക്കെ പാറു, ഓക്കെ, റിലാക്സ്. എന്താ പാറു നിനക്ക് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് അന്നത്തെ സംഭവം വെച്ച് വല്ലാത്ത റിഗ്രറ്റ് ഉണ്ട്. എന്റെ തലയ്ക്ക് എനിക്ക് പെയിനുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ സുഖല്ലേ? അതിന് മാപ്പി ചോദിക്കാൻ മാത്രം എന്ത് തെറ്റാ മോളെ നീ എന്നോട് ചെയ്തത്? അതല്ല റോയ്ച്ച, എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് മനസ്സ് വിഷമിപ്പിക്കേണ്ടതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പോരെ? അല്ല, നേഹയുടെ പ്രശ്നം. അത് കഴിഞ്ഞില്ലേ? അതിന് നീ എന്ത് ചെയ്തെന്നാ? നീ എന്നല്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. അതായിരുന്നു ഫേറ്റ്. അത് കഴിഞ്ഞു, അത്ര തന്നെ. മതി, എനിക്ക് സമാധാനായി. ഇനി എനിക്ക് ഡിസംബർ 21 ധൈര്യത്തോടെ ഫേസ് ചെയ്യാം. ഡിസംബർ 21 അന്നെന്താ നീ പഴയ പോലെ നാട് വിട്ടാൻ പോവാ? അല്ല, നാടല്ല, നാട് ഉൾപ്പെടെ പോവാ. എന്തൊട്ട്? റോയിച്ച, നമുക്ക് റെസ്റ്റോറന്റ് തുടങ്ങിയാലോ? എന്നിട്ടത് നീ നോക്കിയെടുത്തോ? ഇല്ല, എനിക്ക് പറ്റില്ല. പിന്നെ എന്ത് പറ്റും? ചെയ്യാൻ പറ്റുന്നില്ല അവൻ ചെയ്യുന്നത്. ഡാ, നീ പരിസരം മറക്കരുത്. അവൻ മറക്കത്തൊന്നുമില്ല, നീ മറക്കാതിരുന്നാ മതി. ഞാൻ അവനോടല്ലേ പറഞ്ഞ, നീ എന്തിനാ അതിലൊക്കെ തൂക്കുന്നേ? ദേ ചിഞ്ചു എവിടെ? എന്താടി വാറു, എന്തു പറ്റി? നീ എന്താ കഴിക്കാത്തത്? ശരിയാ, രാവിലെ മുതൽ ഇവക്ക് എന്തോ കള്ളലക്ഷണം ഉണ്ട്. എന്താടി? എന്റെ പൊന്നെ, ആളെ വിട്. നീ മൊബൈൽ എന്താ ആക്കുന്നേ? പറഞ്ഞതുപോലെ ഇവളെന്താ മൊബൈൽ കാണിക്കുന്നേ? സാറാ, നോ നോ നോ, ഗിവ് മീ. ഒരു നോയും ഇല്ല. ഇന്നാ റോയിച്ച. എന്താടി ഇത്? മായൻ കലണ്ടറോ? ഏത് മായയുടെ? മായയുടെ അല്ല, മായൻ കലണ്ടർ. അതെന്താ റോയിച്ച? അപ്പൊ അതാണ് കാര്യം അല്ലേ? എന്ത്? അപ്പൊ മായൻ കലണ്ടറും ലോകാവസാനായിരിക്കും നിന്റെ ടെൻഷൻ കാരണം അല്ലേ? അയ്യേ പാറു, അയ്യേ നാണക്കേട്. ഇതാണല്ലേ മോള് മാപ്പം പറഞ്ഞോണ്ട് ഇതുവഴി എല്ലാം നടന്നത്. ആ നീരജിനോട് പോലും പോയി മാപ്പ് പറഞ്ഞു. അയ്യേ അയ്യേ, എന്താണിത്? നിനക്ക് എന്താ പറ്റിയേ? റോയ്ച്ചന് തമാശ. ശരിക്കും ലോകം അവസാനിക്കാൻ പോവാ. നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും നന്നാവുന്ന നല്ലത്. റോയിച്ച, എന്താ ശരിക്കും സംഭവം? എടാ, മായൻ കൾച്ചർ, അതായത് ആദിമകാലം, അവരുടെ പ്രവചനം അനുസരിച്ച് ലോകം അവസാനിക്കുന്ന ഡേറ്റ് ഈ മാസം 21-ാം തീയതിയാ. 21? റോയിച്ച വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. സംഗതി കൊള്ളാം. ഇത് വെച്ചൊരു കഥ എഴുതിയാലോ? സോറി മോനെ, പടം വന്നുപോയി. എന്നാ നാളെ മുതൽ നമുക്ക് ഇവിടെ പോലെ മാപ്പ് വെച്ച് നടന്നാലോ? നീ നാളെ മാപ്പ് ചോദിക്കാൻ പോകുമ്പോഴേ ദേവിനെ കൂടെ കൊണ്ടുപോട്ടാ. സോറി, എനിക്ക് സമയമില്ല. അതിനു മുമ്പ് എനിക്ക് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം. കറക്റ്റ്. എന്നാ അന്നായിരിക്കും ശരിക്കും ലോകാവസാനം. ഗോൾ.